മഞ്ഞത്ത് കൊണ്ട് അത് കണ്ടാൽ തീരും, 1 മിനിറ്റ് കൊണ്ട് തീരും. എന്നിട്ടോ ലോകത്തിലെ വലിയ സ്ത്രീ കളിക്കുന്നു മറ്റുള്ള നമ്മൾക്ക് കണ്ണാക്കി കൊടുത്തിട്ട്. അപ്പൊ ആളെ വധിക്കണമെന്നൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഒരു വ്യക്തിയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ഇവര് ഈ പറഞ്ഞിരിക്കുന്ന ആളെന്ന് പറയുന്നത്, ഞാൻ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ സകലമായ ക്ലൂവും കൊടുത്തു. മറ്റേ ആരാന്ന് പറഞ്ഞിട്ടില്ല, വേണം തുപ്പി കാണിക്കാം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത്. അതിനോട് ഞാൻ ചോദിച്ചു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നില്ല തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വല്ല നോക്കണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കിനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്ര എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിൻ്റെ അപ്പുറത്തൊരു ബെല്ലേകളുണ്ട്, ഒന്ന് കിടുകിന് അടിച്ചു വെക്കുക. നമ്മൾ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പടപടെ എത്തും. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചടപടേന്ന് കാണാൻ വരും. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒരു കമന്റ് ഇടുക, ഒരു ലൈക്ക്, ഒരു ഹാർട്ടോ കമന്റ് ആയിട്ട് ഇടുക. കൂടുതലായിട്ട് പിന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സീമ വിനീത് എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ട്രാൻസ്ജെൻഡർ ആണ്. പക്ഷേ കാലാകാലങ്ങളോളം സമൂഹത്തിൽ നല്ല ജോലി ചെയ്ത് പണമുണ്ടാക്കി അവരുടേതായ റെപ്യൂട്ടേഷൻ നിലനിർത്തി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഇവര് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ തന്നെയുള്ള ചില ആളുകൾക്കെതിരെയുള്ള പോസ്റ്റാണ്. പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഈ പോസ്റ്റാണ് വിവാദമായതും ഇപ്പോൾ വധഭീഷണിയിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു. പോസ്റ്റ് വായിക്കാം. ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ച് കല്യാണം കഴിച്ച് കുട്ടികളെയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് സാരിയും ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം. ഒരു പെണ്ണിനൊപ്പം കഴിയാനും കുട്ടികളെ ഉണ്ടാക്കാനും ഉള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങൾ ആണ്. അത്തരം ആളുകളോട് തീർച്ചയായും വിയോജിപ്പ്. സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് OMKP. ഇതാണ് പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന പോസ്റ്റ്. ഈ പോസ്റ്റിനെ നമ്മളൊന്ന് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകുന്ന ഒന്നാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രാൻസ്ജെൻഡർ അല്ലാത്ത ആളുകളുണ്ട്. 2, സ്വാഭാവികമായിട്ടും ട്രാൻസ്ജെൻഡറിലെ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്ത്രീയുടെ മനസ്സോടെ ജനിച്ചൊരു പുരുഷനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സ്ത്രീയുടെ മനസ്സോടെ ജനിച്ച ഒരു പുരുഷന് ഒരിക്കലും മറ്റൊരു സ്ത്രീയോട് അട്രാക്ഷൻ തോന്നാനുള്ള സാധ്യതയില്ല. സ്ത്രീയുടെ മനസ്സോടെ ജനിച്ച പുരുഷന് സ്ത്രീയുടെ മനസ്സ്, അപ്പം മറ്റൊരു പുരുഷനോട് അട്രാക്ഷൻ തോന്നത്തുള്ളൂ, സ്ത്രീയോട് അട്രാക്ഷൻ തോന്നത്തില്ല. അപ്പോൾ സ്ത്രീയുടെ മനസ്സോടെ ജനിച്ച ഒരു പുരുഷന് എങ്ങനെ ഒരു സ്ത്രീയായിട്ട് അട്രാക്ഷൻ തോന്നി, അതിൽ പിള്ളേരുണ്ടാകും എന്നൊക്കെ ഉള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുമ്പോഴത്തേനും പുള്ളിക്കാരിക്കെതിരെ എതിർപ്പ് വരുമെന്ന് പുള്ളിക്കാരിക്ക് 100% ഉറപ്പാണ്. അതാണ് സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് OMKP എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്ത് തന്നെ സംഭവിച്ചു. പുള്ളിക്കാരിയുടെ പോസ്റ്റിന് വളരെയധികം എതിർപ്പുകൾ വന്നു. ആ പോസ്റ്റുകളിൽ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ആരെയാണെന്ന് മെൻഷൻ ചെയ്യുകയും ചെയ്തു പല ആളുകളും. നമ്മൾ അതിലേക്ക് വരാം. നമുക്ക് ആദ്യം അതിനുശേഷം പുള്ളിക്കാരിക്ക് വധഭീഷണി വരെ വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ കുറിച്ചൊന്ന് കേട്ടു നോക്കാം. ഇടയ്ക്ക് മറുപടി പറയിച്ചിട്ട് പോവുക, പബ്ലിക്കിൽ നിർത്തി മറുപടി പറയിക്കുക. കല്യാണി പോകേണ്ടത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത്, പോയിട്ട് എല്ലാവരെയും കണ്ടു. അപ്പൊ ഇവിടെ നിന്ന് ആറുമ്പോഴേ അറിയത്തുള്ളൂ, മനസ്സിലായോ? അപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണ് പ്ലാന്. പുള്ളിക്കാരി ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ കല്യാണ ദിവസം വീട്ടിൽ ചെന്നിട്ട് പുള്ളിക്കാരിയെ അപമാനപ്പെടുത്തുക, പുള്ളിക്കാരി മോശക്കാരിയാണെന്ന് പറഞ്ഞ് പരത്തുക എന്നുള്ളതാണ് ഈ ആളുകൾ പറയുന്നത്. ഈ വോയിസ് മെസ്സേജ് പറയുന്നത് പുള്ളിക്കാരി ഒഴിവാക്കിയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിൽ കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ട് ആ ഗ്രൂപ്പിലാണ് ഈ പുള്ളിക്കാരിയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരിയെ വധിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പുള്ളിക്കാരി നിഷ്കളങ്കയാണ്, പഞ്ചപാവമാണ്. ഇവർക്ക് അങ്ങനെ ഒരു സ്ട്രോങ് മൈൻഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത്തരം പ്രശ്നത്തിന് ആള് ഇത്രയ്ക്ക് ഡിസപ്പോയിന്റ് ആകത്തില്ല. ആളൊരു പാവമാണ് എന്ന് തന്നെ നമുക്ക് ഇരിക്കട്ടെ. പാവോ ഭയങ്കര എന്തോ ആവട്ടെ, പക്ഷെ പാവമാണെന്ന് നമുക്ക് നിലവിലെ സാഹചര്യം വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം, ബാക്കിയാക്കാം. ഇതിന് ആരെങ്കിലും ഒരു വീഡിയോ ഇടുക ഇതിനെതിരെ, പക്ഷിക്ക് പറ്റുമെങ്കിൽ അവരുടെ പേര് വരെ അത് പറയൂ. ഇവിടെ നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ ഈ പറയുന്ന ആള്. അതുകൊണ്ട് നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ പേര് ഇവര് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ കമന്റ് ബോക്സിൽ മെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അവരുടെ പേര് വെച്ച് തന്നെ ഒരു വീഡിയോ ഇടുക. ഇവിടെ നാട്ടിക്ക് നോക്കി വീട്ടിൽ പോകുന്നു, മഞ്ഞത്ത് കൊണ്ട് അത് കണ്ടാൽ തീരും, 1 മിനിറ്റ് കൊണ്ട് തീരും. എന്നിട്ടോ ലോകത്തിലെ വലിയ സ്ത്രീ കളിക്കുന്നു മറ്റുള്ള നമ്മൾക്ക് കണ്ണാക്കി കൊടുത്തിട്ട്. അപ്പോൾ ആളെ വധിക്കണമെന്നൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ട് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ മറ്റേ ഹയ്യാരോ ഹൈ എന്ന് പറഞ്ഞ് പോർട്രേ ചെയ്യുന്നു എന്നുള്ളതും, ഇവർ പിടിച്ചു പറി നടത്തുന്നു, ഇവർ മറ്റ് കുത്സിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നൊക്കെയുള്ളതാണ്. ഇത്തരത്തിലൊരു പേര് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സ്ത്രീയിലേക്ക് അടിച്ചേൽപ്പിക്കണമെന്ന് അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 100ഓളം ആളുകളാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക, ട്രാൻസ്ജെൻഡറിലുള്ളവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ആളുകൾ തന്നെയാണ്. പുറത്തുനിന്നുള്ള ആളുകൾ ശത്രുക്കളായിട്ടുണ്ട്, എന്നാലും ഇവർ തന്നെയാണ് കൂടുതൽ. ഇനി നമുക്ക് പുള്ളിക്കാരി പറയുന്ന ബാക്കിയേക്കാം.
ഈടായ കാലം മുതലേ എല്ലാ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് പേടിയുണ്ട്. ഇത്ര ആൾക്കാരെ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഗുണ്ടായിസം വെച്ച് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് എന്ത് ചെയ്യാൻ പഠിക്കാത്ത ആൾക്കാരാണ്. ഇവരെ കാരണം ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വളരെ വലിയ അലിഗേഷൻസ് ഒക്കെയാണ് പറയുന്നത്. അത്തരത്തിലൊരു ആത്മഹത്യയും കാരണമൊക്കെ ഇവരുടെ പ്രഷറിങ് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള നിയമ നടപടികൾ വരണം. അത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ സമൂഹ മാധ്യമത്തിനൊക്കെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പേരോ ചീത്ത പേരോ ആൾ ഫേമസ് ആവും, പോപ്പുലറായി. അപ്പോൾ അതുകൊണ്ട് ഈ ചുമ്മാ ഉടായ്പിൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുമുണ്ട്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ബാക്കിയേക്കാം. മൂടി ആൾക്കാർ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോവാണ്. മുമ്പൊരിക്കലും ഞാൻ ഇതുപോലെ ട്രാൻസ് വ്യക്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ് മെഡിസിന് അതിനുള്ള സയന്റിഫിക്കലി അതിനുള്ള ഇതുണ്ടെന്നും ഞാൻ സയന്റിഫിക്കലി ഇതുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്നും ഇതുപോലെ, പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്തിട്ടില്ല. അന്ന് ഇതുപോലെ വളരെ മോശമായിട്ട്, വളരെ മൃഗീയമായിട്ട് ഇവരുടെ ഗ്രൂപ്പിലിട്ട് അങ്ങോളം ഇങ്ങോളം ആൾക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞു. പുള്ളിക്കാരുടെ വിഷമത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു. പുള്ളിക്കാരി നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞതിന് പുള്ളിക്കാരി വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ക്വൈറ്റ് സ്വാഭാവികമായ സാധനമാണ്. കാരണം നമ്മൾ മറ്റൊരുത്തിനെ കുറ്റം പറയുന്നു. നമ്മൾ മറ്റൊരുത്തിനെ കുറ്റം പറയുമ്പോൾ നമ്മൾ പറയുന്നത് ശരിയായ കുറ്റമോ തെറ്റായ കുറ്റമോ, അതായത് നമ്മൾ പറയുന്ന യാഥാർത്ഥ്യമോ കള്ളമോ, കുറ്റം പറയുന്നവന് കൊള്ളും, അവൻ പ്രതികരിക്കും. അതാണ് സംഭവം. അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത്തരത്തിലുള്ള ശക്തമായ നിലപാടുകളും പ്രസ്താവനകളും ഒന്നും എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ശക്തമായ നിലപാടുകളും പ്രസ്താവനകളും എടുക്കുന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നങ്ങളെയും നമ്മൾ നേരിടേണ്ടി വരും. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ബാക്കി കേൾക്കാം. ശരിക്കും ഞാൻ ഒരു വ്യക്തികളെയും പേരെടുത്ത് പറയുകയോ, എന്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേരോ എന്റെ പ്രീവിയസ് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഒരു വ്യക്തിയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ സംസാരിച്ചപ്പോഴും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന ആളുകളെല്ലാം പറഞ്ഞൊരു സാധനമാണ്, ഇവരാരുടെയും പേരെടുത്ത് പറഞ്ഞില്ലല്ലോ, പിന്നെന്താണ് ഇത്ര പ്രശ്നം? നമ്മൾ ഒരാളുടെ പേരെടുത്ത് പറയണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങളുമായിട്ട് എതിർപ്പാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ 4 അപരാധം പറയണം. ഞാൻ നിങ്ങളുടെ പേര് പറയാതെ എന്നാൽ നിങ്ങളാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ നല്ല 4 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളുകയോ ഇല്ലയോ? ഇത് കണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുകയോ ഇല്ലയോ? അത്തരത്തിൽ മനസ്സിലാവുന്ന ഒരു സാധനമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ആളെന്ന് പറയുന്നത് ജാസിയാണ്. ജാസി ഇങ്ങനെ പറയാനുള്ള കാരണം, ജാസി ഓൾറെഡി മുന്നൊരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഞാൻ വിവാഹം കഴിച്ചു. ഈ വിവാഹം കഴിച്ച സമയത്ത് ഞാൻ ദുബായിലായിരുന്നു. ദുബായിൽ നിന്നും ഞാൻ ഈ സ്ത്രീയെ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ശേഷമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പിന്നെ മുന്നോട്ടുള്ള ജീവിതം സക്സസ് ആയില്ല എന്നാണ് പറയുന്നത്. സോ ചെറുതായിട്ടൊന്ന് കരണ്ട് പോയി, കാര്യമായിട്ട് എടുക്കണ്ട, നമുക്ക് തുടരാം. കരണ്ട് എപ്പോഴും ഇരിക്കണം, ഫുൾ കരണ്ട് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞെത്തി? ജാസി. അപ്പോൾ ഇതാണ് പറയുന്നത്, അത്തരത്തിലൊരു പുരുഷന്റെ, സ്ത്രീയുടെ മനസ്സുള്ള ഒരു പുരുഷന് ഒരിക്കലും ഒരു സ്ത്രീയിൽ അട്രാക്ഷൻ തോന്നില്ല. സ്വാഭാവികമായിട്ടുള്ള സാധനമാണ്. ഒരു പുരുഷനും തമ്മിൽ അട്രാക്ഷൻ തോന്നിയാൽ നമ്മൾ അതിന് വേറെ പേരാണ് പറയുന്നത്. ഒരു സ്ത്രീ അട്രാക്ഷൻ തോന്നിയതിന് വേറെ പേരാണ് പറയുന്നത്. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയുമാണ് അട്രാക്ഷൻ തോന്നിയാലാണ് അതിനെ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നമ്മൾ പെടുത്താതിരിക്കുന്നത്. അപ്പോൾ ആ ജാസിയാണ് ആ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർ ആരുടെയും പേര് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ പേജിനകത്ത്, ഫേസ്ബുക്ക് പേജിനകത്ത് ഇവര് റെയർ റീൽസ്, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ജാസിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് ജാസി ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ഇദ്ദേഹം ജാസിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാസിയാണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ളത് വളരെ ഓപ്പണായിട്ട് സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്ത് ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല എന്ന് പറയുന്ന കാര്യമില്ല. നമ്മൾ A or B ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന നല്ലതാണേലും ചീത്തയാണേലും നെഞ്ചും പിരിച്ച് കൈ ഏറ്റു വാങ്ങുക എന്നുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കരഞ്ഞിട്ട് കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബാക്കിയേക്കാം. അതിൽ വേറൊരു ആൾക്കാരാണ് വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഞാനൊരു വ്യക്തിയുടെ പേര് എഴുതി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ഈ പറയുന്ന 5-6 ആളുകൾ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ആഹ്വാനം ചെയ്യുകയും 100ഓളം ആൾക്കാരടങ്ങുന്ന ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലോട്ട് ആൾക്കാരെ ആഡ് ചെയ്യുകയും, ആക്രമിക്കണം, അവളെ കല്യാണം മുടക്കണം, ഇതിലൊന്നും കല്യാണം, പുള്ളിക്കാരിയുടെ കല്യാണം വന്നിരിക്കുകയാണ്. പുള്ളിക്കാരി മറ്റേ ഒരു ലോല ഹൃദയം എന്ന് ഞാൻ പറയാൻ മറ്റൊരു കാരണം, പുള്ളിക്കാരി അദ്ദേഹമായിട്ട് ഉടക്കുമ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പായി എന്ന് പറഞ്ഞിടും. അദ്ദേഹമായിട്ട് സെറ്റാവും, ഞങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കില്ലേ, ഞങ്ങളെല്ലാം സെറ്റായി എന്ന് പറഞ്ഞിടും. അത് മോശമെന്ന് ഞാൻ പറയുന്നില്ല, ഓരോ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് പലതാണ്. സോ ഇവരൊരു ലോല ഹൃദയമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോങ് ആറ്റിറ്റ്യൂഡുകൾ ആവശ്യമില്ലാതെ എടുക്കാതിരിക്കുക. എടുക്കുന്നെങ്കിൽ നമ്മളതിൽ ഇപ്പോഴും ആറ്റിറ്റ്യൂഡ് കുറച്ച് നിൽക്കണം, പക്ഷെ അതിൽ നിന്ന് വരുന്ന ഔട്ട്കം ഗുഡ് ഓർ ബാഡ് നമ്മൾ അത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. എന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ പറ്റി വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും അയാൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയുകയും
ശരിക്കും അയാൾ വിവാഹം അയാൾ അങ്ങനെ ഒരാളല്ല, ഇവരും അങ്ങനെ ഒരാളല്ല. മുമ്പ് പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ മറ്റേ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല, ഫസ്റ്റ് വിവാഹമാണെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ബാക്കിയൂടെ കേൾക്കാം. പറയാൻ പാടില്ലാത്ത ഒരുപാട് പേരുടെ, ഞാൻ ഇവരുടെ പേര് ഇവിടെ മെൻഷൻ ഞാൻ, പക്ഷെ എന്റെ കൊടുത്തേക്കുന്ന കേസിൽ ഞാൻ ഇവരുടെ എല്ലാ പേരും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം വളരെ നല്ല കാര്യമാണ്. ഇവർക്കെതിരെ അക്രമം ആഹ്വാനം ചെയ്ത് ഇവർക്കെതിരെ ഇവർ ഡിഫർമേഷൻ പരത്തിവിടാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവരുടെ എല്ലാ ആളുകൾ പേരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇവിടെയും അത് പബ്ലിഷ് ചെയ്യുക, ഇവിടെയും പബ്ലിഷ് ചെയ്ത് അവരെ അങ്ങ് നശിപ്പിക്കുക. കാരണം ഗുണ്ടായിസം നിലനിർത്തിക്കൊണ്ട് പോകുന്ന നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും തുടച്ചു മാറ്റുക തന്നെ ചെയ്യണം. ഫേക്ക് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ വേഷം കെട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെയും തുടച്ചു മാറ്റുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തുള്ളൂ. കാലാകാലങ്ങളായിട്ട് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെയധികം ചീത്തപ്പേരാണുള്ളത്. ഇപ്പൊ കുറെ ആളുകൾ സമൂഹത്തിൽ ഉന്നതിയിലേക്ക് വന്നിട്ട് അവരവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടാണ് ഈ ഒരു ചീത്തപ്പേര് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഉള്ള ആളുകൾ തന്നെ അതിനെ നശിപ്പിക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം. ബാക്കിയേക്കാം. എന്റെ ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകളുണ്ട്, ഇവരുടെ വോയിസ് റെക്കോർഡുകളുണ്ട്. എന്നെ കൊല്ലണം, എന്നെ അങ്ങനെ ആക്കണം, എന്റെ വീട് ആക്രമിക്കണം, എന്റെ ഭർത്താവിനെ ഇതാക്കണം, എന്നെ എങ്ങനെ ആക്കണം, എന്റെ വീട്ടുകാരെ ഇതാക്കണം, ഇവിടെ പോകുന്ന സ്ഥലങ്ങളെല്ലാം മൈക്ക് കെട്ടി വെച്ച് പറയണം, അങ്ങനെ പറഞ്ഞ് ഇവിടെ പോകുന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി കൊണ്ട് പോകുമ്പോൾ എത്രയോ കണ്ടെയ്നർ ലോറികൾ പോകുന്നുണ്ട്. അതില് ഏതെങ്കിലും ഒരു ലോറി അവളെ മേത്തോട്ട് എന്തുകൊണ്ട് കയറുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് വിവിധ തരത്തിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. എനിക്ക് നമ്മൾ പുറത്ത് പറയാൻ പറ്റാത്ത തരത്തില് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്കിത് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇവരിൽ നിന്നൊക്കെ വിട്ട് മാറി എന്റേതായ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ തൊഴിൽ ചെയ്ത് എന്റെ ഇത് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നതാണ്. വളരെ നല്ല കാര്യം, അങ്ങനെ ജീവിച്ചു പോട്ടെ. ഇവരെ ഇത്തരത്തിലുള്ള വധിക്കാനുള്ള ശ്രമം നടത്തുന്നുള്ളതൊക്കെ നമ്മൾ വോയിസ് മെസ്സേജ് കേട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്നത് ഇവർ തന്നെയാണ്. അതൊരു ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. നമ്മൾ ഇങ്ങനെ പിടിച്ചു നിർത്തണം, മറ്റുള്ളവർ കുറ്റം പറയുന്നതൊക്കെ എപ്പടെ എന്നുള്ള സെറ്റപ്പാണ്. മേ ബി ഇവർ ഈ കമ്മ്യൂണിറ്റിയെ നന്നാക്കാനായിട്ട്, രക്ഷപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലുള്ള മോശം ചിന്താഗതി മാറ്റാനായിട്ട് പറഞ്ഞിരിക്കും. പക്ഷെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. എൻ്റെ പിതാവ് സ്ഥിരം പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു, നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൽ നിന്ന് വരുന്ന സാധനം നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. നമ്മളെടുത്ത ഡിസിഷന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. സോ നമ്മൾ ഇതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനെതിരെ ഓൾറെഡി പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ പ്രശ്നത്തെ ഇതാക്കുക. പിന്നെ ഞാൻ ആരെയും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം, നാട്ടുകാരല്ലേ മെൻഷൻ. നിങ്ങൾ ആ പറഞ്ഞ സാധനത്തിൽ നിന്ന് വളരെ ക്ലിയർ ആണ് ആ ആൾ ആരാണെന്നുള്ള കാര്യം. അത് മാത്രമല്ല, റെയർ റീൽസിന്റെ വീഡിയോ നിങ്ങൾ പേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും അത് ക്ലിയർ ആണ്. ഞാൻ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ സകലമായ ക്ലൂവും കൊടുത്തു. മറ്റേ ആരാന്ന് പറഞ്ഞിട്ടില്ല, വേണം തുപ്പി കാണിക്കാം എന്ന് പറയുന്ന ഒരു സെറ്റപ്പായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒന്നെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുക, അല്ലെങ്കിൽ ഇത്തരം കോൺട്രവേഴ്സിയിലൊന്നും പറയാതിരിക്കുക. അതിനുശേഷം വിഷമിച്ചിട്ട് കാര്യമില്ല. ഏതായാലും നിങ്ങളുടെ ജീവന് യാതൊരു ഹാനിയും ഉണ്ടാകാതിരിക്കട്ടെ, നിയമപരമായിട്ടുള്ള സകല സംരക്ഷണവും കിട്ടട്ടെ. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഇത്തരത്തിലുള്ള ചൂഷണം ചെയ്യുന്ന ആളുകളെല്ലാം തുടച്ചു മാറ്റാനായിട്ട് സാധിക്കട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്താൻ. മറ്റൊരു